റെയിൽവേ ബ്രിഡ്ജാണ് കാണുന്നത് കേട്ടോ. ഇതാണ് സിനോ കൊറിയൻ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ്. ഇത് സ്റ്റീൽ കൊണ്ട് തന്നെ നിർമ്മിച്ചതാണ്. ഈ പാലത്തിന് 940 മീറ്റർ നീളമുണ്ട്. 1911 പഴയ പാലം അമേരിക്ക ബോംബിട്ട് നശിപ്പിച്ചതിനെ തുടർന്ന് പുതിയ പാലം അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി അത് വീണ്ടും ഉപയോഗിച്ചു. ഇതിലൂടെ ഇന്നും ട്രെയിനൊക്കെ പോകുന്ന പാലം തന്നെയാണ് കേട്ടത്. നോർത്ത് കൊറിയയിലേക്ക് ട്രെയിൻ വഴി പോകാൻ ആകെയുള്ളൊരു വഴിയാണ് ഈ കാണുന്നത്. ജപ്പാൻ ഭരിക്കുന്ന കൊറിയയെ യൂറേഷ്യൻ റെയിൽ ശൃംഖലയായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു 1911 ജപ്പാൻ ഈ ഒരു പാലം നിർമ്മിച്ചത്. ഇന്നത്തെ സൗത്ത് കൊറിയയിലെ തുറമുഖ പട്ടണമായിട്ടുള്ള ബുസാൻ വരെ ഈ ഒരു റെയിൽപാത നീണ്ടുപോകുന്നുണ്ട്. 2001 ജൂണില് യാലു റിവർ ബ്രോക്കൺ ബ്രിഡ്ജ് ദേശസ്നേഹ വിദ്യാഭ്യാസ പ്രദർശന സ്ഥലമായിട്ട് ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ചൈന നോർത്ത് കൊറിയ അതിർത്തിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നോർത്ത് കൊറിയ ഏറ്റവും ഭംഗിയിൽ കാണാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു അതിർത്തി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1352 കിലോമീറ്റർ നീളമുണ്ട് ചൈന നോർത്ത് കൊറിയ അതിർത്തിയുടെ നീളം എന്ന് പറഞ്ഞാൽ.